ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ റീഡിംഗ് നോക്കാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ്. ഇവിടെ നിങ്ങൾ ലൈഫിൽ സ്റ്റക്കായി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായ പോലെ കാണുന്നുണ്ട്. ചിലർ ഈ സ്റ്റക്നെസ് വല്ലാതെ ആസ്വദിക്കുന്നതായും കാണുന്നു. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ഇനി കൂടുതലൊന്നും വേണ്ട എന്ന രീതിയിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു എനർജിയും ചിലർക്കുണ്ട്. എന്നാൽ ചിലരാകട്ടെ ഈ സ്റ്റക്കായിരിക്കുന്ന അല്ലെങ്കിൽ അനങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലും വളരെ പ്രൊഡക്റ്റീവായി ടൈം യൂസ് ചെയ്ത് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നവർ തുടങ്ങിയ ആളുകളാണെങ്കിൽ അവർ ആ സമയം വേസ്റ്റ് ചെയ്യാതെ പുതിയത് പഠിക്കാനോ അല്ലെങ്കിൽ തന്നാലാവുന്ന കാര്യങ്ങൾ ചെയ്ത് ഭാവിയെ നല്ല രീതിയിൽ മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുന്നു. അതായത് പ്രതികൂല സാഹചര്യങ്ങളിലും തളരാതെ ഈ സമയവും നന്നായി ഉപയോഗിക്കുന്നു. അതാണ് ക്യൂൻ ഓഫ് സോർഡ്സ് എന്ന കാർഡും പറയുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ തളർന്നിരിക്കാതെ മനസ്സിനെ കാം ആൻഡ് ക്വൈറ്റ് ആക്കി വെക്കുന്ന ഒരു എനർജി. ഇറ്റ്സ് ഓക്കെ ടു ടേക്ക് റെസ്റ്റ്. അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ വരും. അവയെ നല്ല രീതിയിൽ നേരിടുക. ഈ ചിത്രത്തിൽ മഞ്ഞാണ് ബാക്ക്ഗ്രൗണ്ടിലെങ്കിൽ ഇവിടെ കേരളത്തിൽ മഴയാണ് വില്ലൻ. സാഹചര്യങ്ങൾ മാറിയാലും അനുഭവങ്ങൾ സെയിം ആണ്. രാത്രിയിൽ ഭയന്നിരിക്കുന്ന ഒരു സ്ത്രീയെ കാണാം. ബാക്കിൽ 2 സ്വോർഡ്സ് അഥവാ വാൾ ഇരിക്കുന്നതും കാണാം. പുറകിൽ തിരമാലകൾ ആർത്തിരമ്പുന്ന കടലും. ഈ സ്ത്രീ ഒറ്റയ്ക്കാണ്. അപകടങ്ങൾ വന്നാൽ നേരിടാൻ തയ്യാറായിരിക്കുന്ന സ്ത്രീ. എന്നാൽ ഉള്ളിൽ നല്ല ഭയമുണ്ട്. ഇതേ സിറ്റുവേഷനിൽ തന്നെയാണ് നിങ്ങളും. ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ധൈര്യശാലിയായി അഭിനയിച്ചാലും ഉള്ളിൽ നല്ല ഭയമുണ്ട്. എങ്കിലും പോരാടാൻ തയ്യാറായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിന് സൺ എന്ന കാർഡാണ് കിട്ടിയത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്നെടുക്കുവാൻ ഭാവിയിൽ നിങ്ങൾക്ക് സാധിക്കും. തികച്ചും വ്യത്യസ്തമായ പോസിറ്റീവായ ഒരു സാഹചര്യം നിങ്ങൾക്കായി തുറന്നു കിട്ടും. കല്ലും മുള്ളും നിറഞ്ഞ വഴിയൊക്കെ മാറി പുൽത്തകിടും പൂക്കൾ നിറഞ്ഞ പാതയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഭയത്തെ അതിജീവിച്ചാൽ അല്ലെങ്കിൽ ഭയത്തെ പിന്തള്ളി ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കുവാൻ കഴിഞ്ഞാൽ പിന്നീടുള്ള നിങ്ങളുടെ ജീവിതയാത്ര സന്തോഷവും ആനന്ദവും നിറഞ്ഞതായിരിക്കും. താങ്ക് യു ഡിയേഴ്സ്.